ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നാടൻ മണവും നാടൻ രുചിയും ഒക്കെ ഉള്ള ഒരു നാടൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: ചക്കക്കുരു കുറച്ച് തൊലി കളഞ്ഞെടുത്തത്, മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് 2 എണ്ണം, 3-4 പച്ചമുളക് ആവശ്യത്തിന്. ഇത് കുക്കറിലിട്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 3-4 വിസിലടിച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കറിയാണ്. നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റുന്ന, ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. മലയാളികളായ എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണിത്. ഇപ്പോൾ നമ്മൾ കുക്കറിനകത്തേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് വെച്ച് 3-4 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് വിസിൽ അടിച്ച് തീരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി, മുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പം നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും ചേർന്ന മിക്സ് വെന്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയാണ് കളറ് വെന്തത്, മഞ്ഞ കളറൂടെ പിടിച്ചതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഉടച്ച് എടുക്കുകയാണ് വേണ്ടത്. അടുത്തത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു കറിയാണ്. മലയാളികളായ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു കറിയാണ്. അപ്പോൾ നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ച് വറ്റി വന്ന് കഴിയുമ്പോൾ, ഒരുപാട് നീളം വേണ്ട, നമ്മുടെ നമുക്ക് എത്രത്തോളം വേണമെന്നനുസരിച്ച്, ചാറിന് കട്ടി വേണമെന്നനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വറ്റിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കഷ്ണങ്ങളെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. ചക്കക്കുരു മാങ്ങയുമായിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഒന്ന് ഉടച്ച് ചേർക്കേണ്ടതാണ്. നമുക്ക് വിത്തിൻ മിനിറ്റ്സ് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ആകെ ടൈം നമുക്ക് വേണ്ടത് ഈ ചക്കക്കുരു പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം സമയം വേണം. അല്ലെങ്കിൽ നമുക്ക് വലിയ ടൈമില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്, ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് നാട്ടിലൊക്കെ ഈ ചക്കയുടെയൊക്കെ സീസണായി വരുമ്പോൾ, മാങ്ങ, ചക്ക എന്നിവയൊക്കെ കിട്ടുന്ന സീസണായി വരുമ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. നമ്മുടെ കറിയൊക്കെ വറ്റി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് കടുക് താളിക്കണം. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചുവന്നുള്ളി വറ്റൽമുളകും ചേർത്ത് കടുക് വറുത്ത് അതിലേക്ക് ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മിക്കവാറും എല്ലാവരും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഇനി ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ഇതുപോലെ ആയിരിക്കണം ഉണ്ടാക്കണമെന്നില്ല, ചിലരുടെ കറി വ്യത്യാസം കാണും. എനിവേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയ പാനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാവുന്നതുകൊണ്ട് ഒന്ന് പൊക്കി പിടിച്ച് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കടുവൊക്കെ വറുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തയ്യാറാക്കിയ കറി ഓൾറെഡി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, കറി റെഡി ആയിരിക്കുകയാണ്. റെഡി ടു സെർവ് ആൻഡ് ഈറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടുമുറ്റത്തെ മാങ്ങയും നമ്മുടെ വീട്ടുമുറ്റത്തെ പ്ലാവിലെ ചക്കക്കുരുവും ഒക്കെ ഉപയോഗിച്ച് ഒരു നാടൻ രുചിക്കൂട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ, സീ യു.